ആവിയിൽ വേവിച്ച പലഹാരങ്ങളാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ നമുക്ക് റവ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിന്റെ റെസിപ്പി കേട്ടോ. വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാം, അതല്ലെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വിശക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. ഇതുപോലെ ഒരു മിക്സർ ജാറിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. റവ വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ നൈസായിട്ട് പൊടിച്ചെടുക്കൊന്നും വേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ അതിൽ 2 മുട്ട, പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ വേണമെങ്കിൽ അത് എടുക്കാം കേട്ടോ. ഇനി 1/4 കപ്പ് പാലും 1 നുള്ളു ഉപ്പും ചേർത്തിട്ട് ഇത് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസി ആട്ടോ വേണ്ടത്, ഒരുപാട് തിക്കാവരുത്. പിന്നെ ഇതിൽ ഏലക്കായ പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കേക്കിന്റെ ഒക്കെ ആ ഒരു ടെക്സ്ചർ കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബേക്കിംഗ് സോഡ ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. അപ്പൊ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് ഇത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു ബാറ്റർ ഇതുപോലെ ചെറിയ ബൗളുകളിലോ ഗ്ലാസ്സുകളിലോ ഒക്കെ വേവിച്ചെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് വലിയൊരു പാത്രത്തിൽ ഒരുമിച്ച് ഒഴിച്ചിട്ട് വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇതുപോലെ ചെറിയ പാത്രങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസൊക്കെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗം ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം ഇതിങ്ങനെ കുറച്ച് പൊങ്ങി ഒരു 10 മിനിറ്റ് ഒക്കെ ആവിയിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. ഓരോരുത്തരുടെയും ഫ്ലെയിമിനനുസരിച്ചിട്ട് സമയത്തിൽ മാറ്റം വരും. അപ്പൊ ഇതുപോലെ ചൂടാറി കഴിഞ്ഞാൽ സൈഡൊക്കെ ഇങ്ങനെ വിട്ട് വരും. അപ്പൊ നമുക്ക് ഇത് എടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാം, നല്ല സോഫ്റ്റും ആണ്. അപ്പൊ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.